ക്ലാസ്സിൽ ഓർഡിനൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക നിയമം എന്നാണ് അർത്ഥം. താൽക്കാലിക നിയമം. ആർട്ടിക്കിൾ 123 പ്രകാരമാണ് നമ്മുടെ രാഷ്ട്രപതി ഓർഡിനൻസിലൂടെ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മുടെ പാർലമെൻറ്റിന് ഏതെല്ലാം വിഷയങ്ങളിലാണോ നിയമനിർമ്മാണ അധികാരമുള്ളത് അതേ വിഷയങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ രാഷ്ട്രപതിയും ഓർഡിനൻസിലൂടെ നിയമനിർമ്മാണം നടത്തുന്നത്. പിന്നെ നമ്മുടെ പാർലമെൻറ്റിന് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിൽ എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടോ അതേ ലിമിറ്റേഷൻസ് നമ്മുടെ രാഷ്ട്രപതിക്കും കാണും. ഇതൊരു റിട്രോസ്പെക്റ്റീവ് നേച്ചറിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് നമ്മുടെ ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഒരു സാധാരണ ഓർഡിനൻസിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ 6 മാസം ഒരിക്കും. ഓക്കെ, നമ്മുടെ പാർലമെൻറ്റ് സമ്മേളിച്ച് കഴിഞ്ഞ് 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന ഓർഡിനൻസിന് എന്ത് ചെയ്യണം? അപ്രൂവൽ കൊടുക്കണം, അല്ലെങ്കിൽ അംഗീകരിക്കണം. ഇപ്പോൾ ഇൻ കേസ് പാർലമെൻറ്റ് പരിഗണന കൊടുക്കാത്ത ഒരു ഓർഡിനൻസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 6 മാസവും 6 ആഴ്ചയുമായിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ലൈഫ് സ്പാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഓർഡിനൻസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഈ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിഷണറി പവർ അല്ല, എന്ന് പറഞ്ഞാൽ വിവേചന അധികാരത്തിൽ പെടുന്നതല്ല. ഒരുപാട് പരീക്ഷകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് വിവേചന അധികാരം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ ഓർഡിനൻസ് മേക്കിംഗ് പവറോട് കൊടുത്തേക്കും. അതെന്തല്ല, അതൊരു വിവേചന അധികാരമല്ല. കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് ഈ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓർഡിനൻസ് എന്ത് ചെയ്യുന്നത്? ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രപതിക്ക് ഈ ഓർഡിനൻസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ക്യാൻസൽ ചെയ്യാനും പറ്റുന്നതാണ്. ഒരു ഭരണഘടനാ ഭേദഗതി നിയമമൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഓർഡിനൻസിലൂടെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ